ഇത് നമുക്ക് വളരെ ഹെൽത്തിയായ ഒരു ചീരക്കറി ഉണ്ടാക്കിയാലോ? ഇന്ന് നമ്മൾ സാമ്പാർ ചീര വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പിങ്ക് പൂവോട് കൂടിയ ഒരു ചീരയാണിത്. നമ്മുടെ പറമ്പുകളൊക്കെ സാധാരണ കണ്ടുവരുന്ന ചീരയാണിത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, ഇച്ചിരി ജീരകം, പരിപ്പ്, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കറിയിലേക്ക് ആവശ്യമായ പച്ചമുളകും. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഈ ഇല നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ പൂവ് മൊട്ടൊക്കെ മാറ്റിയെടുത്ത് വൃത്തിയാക്കി അരിഞ്ഞ് മാറ്റി വെക്കാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് കഴുകി മാറ്റി വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ചീരയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. വാട്ടർലീഫ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഇലയിൽ വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ്. സാമ്പാർ ചീര എന്നറിയപ്പെടുന്നത് സാമ്പാറിൽ കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊക്കെ പകരവും പരിപ്പിന് പകരവും ചേർക്കുന്നതുകൊണ്ടാണ്. ചീരയാൾ ചില്ലറക്കാരനല്ല. ഇതിൽ വൈറ്റമിൻ എ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, പിന്നെ ജീവകം എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കുടലിലെ അർബുദത്തിനും അസ്ഥിരോഗത്തിനും ഉത്തമമായ ഒരു ഔഷധം കൂടിയാണിത്. നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ച ചീരയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെക്കാം. പിന്നെ തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ച് വെച്ചാൽ മതിയാകും. ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചീരയൊക്കെ നല്ലതുപോലെ ആവിയിൽ കിടന്ന് വെന്തിട്ടുണ്ടാവും. അതൊരു തവി വെച്ച് നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക. ചീരയും പരിപ്പും കൂടെ നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല കുഴാന്ന് ആയി വന്നിട്ടുണ്ടാവും. നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇതൊന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് കടുക് താളിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നുണ്ട്. അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് തേങ്ങ അരച്ചേക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പരിചരണവും ആവശ്യമില്ലാതെ നമ്മുടെ പറമ്പുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു ചീരയാണിത്. ഇതിൻ്റെ ഗുണം അറിഞ്ഞാൽ ആരും തന്നെ ഇത് ഒഴിവാക്കുകയില്ല. അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാവുന്നതാണ്. കടുകും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്താണ് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ സാമ്പാർ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളിയൊരു കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ്. കൂടാതെ കലോറി വളരെ കുറവായതിനാൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.